ഇന്നത്തെ കാലത്ത് ആളുകൾ വാസ്തുവിലൊന്നും വലുതായിട്ട് വിശ്വസിക്കാറില്ല. പണ്ട് കാലത്തുള്ളവർ അങ്ങനെയല്ല. അവർ വാസ്തുവിലും അതുപോലെ തന്നെ ചില സാധനങ്ങളുടെ സ്ഥാനങ്ങളിലുമൊക്കെ ഒരുപാട് ശ്രദ്ധിച്ചിരുന്ന ആളുകളാണ്. ഇന്നത്തെ ജനറേഷനിലുള്ള ആളുകളോട് പറഞ്ഞാൽ അവർ ചോദിക്കും, വാസ്തു അങ്ങനെയൊക്കെ പറഞ്ഞാൽ അന്ധവിശ്വാസമല്ലേ, എന്തിനു നമ്മൾ അതൊക്കെ നോക്കുന്നത് എന്ന്. ഇന്നത്തെ ഈ നൂറ്റാണ്ടിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന്. വാസ്തുശാസ്ത്രത്തിൽ ഓരോ വസ്തുക്കളുടെയും സ്ഥാനത്തിൽ സവിശേഷമായ പ്രാധാന്യം നൽകിയാണ് വരുന്നത്. ഇത് നോക്കുന്നത് ഒരു തെറ്റായ കാര്യമൊന്നുമല്ല. അത് അന്ധവിശ്വാസമായിട്ട് മാറുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അത്തരത്തിൽ വാസ്തുപ്രകാരം ചില ചെടികളും മരങ്ങളും ഒന്നും വീട്ടിൽ വെക്കുന്നത് നല്ലതല്ല. ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിവുള്ളവർ പറയാറുണ്ട്. ഇപ്പോൾ ആരും അതൊന്നും ശ്രദ്ധിക്കാറില്ല. ചെടികളും മരങ്ങളും ഒക്കെ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തണം. അത് നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന നല്ല കാര്യം തന്നെയാണ്. എന്നാൽ എല്ലാ ചെടികൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടെന്നാണ് വാസ്തു പറയുന്നത്. എല്ലാ ചെടികളും നമുക്ക് നല്ല രീതിയിലായിരിക്കില്ല ഗുണം ചെയ്യുന്നത്. വീട്ടിൽ വളർത്താൻ പാടില്ലാത്ത ചെടികളെ കുറിച്ചാണ് പറയുന്നത്. കള്ളിമുൾ ചെടി ഇല്ലാത്ത വീടുകൾ പൊതുവെ നമ്മളിപ്പോൾ കാണുന്നത് വളരെ കുറവായിരിക്കും. ഒരു അലങ്കാര ചെടി എന്ന രീതിയിലാണ് ഈ ചെടി നമ്മൾ വളർത്തുന്നത്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എന്നാലും നമ്മളൊരു ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ് എന്ന രീതിയിൽ ഈ കള്ളിമുൾ ചെടി ഒട്ടുമിക്ക വീടുകളിലും വളർത്തുന്നുണ്ട്. വാസ്തുശാസ്ത്രം പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് സമ്മർദ്ദവും ഉത്കണ്ഠയുമാണ് ഈ ചെടി കൊണ്ടുവരുന്നത് എന്നാണ്. അതുപോലെ തന്നെ ഇന്ന് ബോൺസായി മരങ്ങളുടെ മിനിയേച്ചർ പതിപ്പുകൾ പലരും വീടിനുള്ളിൽ സൂക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതും ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടി വെക്കുന്നതാണ്. ഒരാവശ്യവും ഇല്ലാതെയാണ് ഇത് വെക്കുന്നത്. ഇത് സത്യത്തിൽ നമുക്ക് ആവശ്യമില്ലാത്തൊരു വസ്തുവാണ് എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഇത് വീട്ടിൽ വെക്കുന്നതിനെയും വാസ്തുശാസ്ത്രം അംഗീകരിക്കുന്നില്ല. ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർ ഒരിക്കലും ഈ ചെടി വളർത്താൻ പാടില്ല എന്നാണ് വാസ്തുപ്രകാരം പറയുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ട ഒരിനം ചെടി എന്ന് പറയുന്നത് പരുത്തി ചെടികളാണ്. ഇതും വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇത് ദൗർഭാഗ്യകരമായ സസ്യമായിട്ടാണ് വാസ്തുപ്രകാരം കണക്കാക്കുന്നത്. സാധാരണക്കാരുടെ വീടുകളിൽ വരെ കാണാൻ പറ്റുന്ന ഒരു ചെടിയാണ് മൈലാഞ്ചി ചെടി. അത് കൂടുതൽ ആളുകളും വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നത് എണ്ണ മുറുക്കുവാനോ ഒക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. പക്ഷേ ഈ ചെടിയും വീട്ടിൽ വളർത്താൻ പാടില്ല എന്നാണ് വിശ്വാസം. മൈലാഞ്ചി ചെടികളിൽ നിന്നും ദുരാത്മാക്കൾ വരുമെന്ന് പറയുന്നു. അതിൽ ദുരാത്മാക്കൾ വസിക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. മുസ്ലിങ്ങളുടെയൊക്കെ മരണസമയത്ത് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ഖബറിന് മുകളിൽ ഒരു മൈലാഞ്ചി ചെടി വെക്കുമെന്ന ഒരു ഐതിഹ്യമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വീടുകളിൽ മൈലാഞ്ചി ചെടി വളർത്തരുത് എന്ന് പറയുന്നത്. ഇത് ആളുകളുടെ മനസമാധാനത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്നാണ് വാസ്തുവിൽ പറയുന്നത്. അടുത്തത് പുളിമരമാണ്. ഒട്ടുമിക്ക വീടുകളിലും പുളിമരമുണ്ട്. എന്നാൽ ഈ പുളിമരം നെഗറ്റീവ് എനർജി ആകർഷിക്കുമെന്നാണ് വിശ്വാസം. നമ്മുടെ വീടിന്റെ പറമ്പിലോ മറ്റോ പുളിമരം നട്ടിട്ടുണ്ടെങ്കിൽ അതൊട്ടും ശരിയല്ല എന്ന് വാസ്തുശാസ്ത്ര പ്രകാരം പറയുന്നുണ്ട്. ഇത് നമ്മുടെ വ്യക്തിത്വത്തെ പോലും വളരെ ദോഷകരമായ രീതിയിൽ ബാധിക്കുന്നത്. അടുത്ത ഒരു മരം ആലാണ്. ഹിന്ദുക്കളുടെ വിശ്വാസം അനുസരിച്ച് ആൽമരം എന്ന് പറയുന്നത് വളരെ സവിശേഷതയേറിയ ഒരു വൃക്ഷമാണ്. പക്ഷെ ആൽ വീട്ടിൽ വളർത്തുന്നത് നമ്മൾ കാണാറില്ല. അമ്പലങ്ങളിലും മറ്റുമാണ് നമ്മൾ ആൽമരം കാണാറുള്ളത്. ഇത് ഒരിക്കലും വീട്ടിൽ വളർത്താൻ പാടില്ല. വീടിന് സമീപത്ത് പോലും ഇത് നടുന്നത് നല്ലതല്ല. കാരണം വാസ്തുശാസ്ത്ര പ്രകാരം കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പിനെയാണ് ആൽമരം തകർക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ തന്നെ ആലിൻ്റെ വേരുകൾ ശക്തിയായി തന്നെ വ്യാപിക്കും. ഇങ്ങനത്തെ മരങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ശ്രദ്ധിക്കുക. അറിഞ്ഞുകൊണ്ട് ഒരു ആപത്ത് വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ലല്ലോ.